എൻ്റെ ദോശ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. സീവേ നമ്മൾ അടുത്ത സ്റ്റാർട്ടിംഗ് ആണ്. എൻ്റെ വാവനെ സിറ്റ് ഔട്ടിലേക്ക് ആക്കണം. അവൻ നല്ല ഉറക്കലാണ്. അയ്യോ ഉറക്കാണ് നീ. നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഡെക്സി. ഇത് സിയോ ഡെക്സാ ബേബിനെ കണ്ടത്. ഡെക്സാ ബേബി ഗുഡ് മോർണിംഗ് വാവേ. ഗുഡ് മോർണിംഗ് പറയേ. നമ്മളെ ബെഡ്റൂമാണ്. ഞങ്ങൾ നീച്ച് പോകുന്നതാണ്. കലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒക്കെ കാണാം. നമ്മളെ കിച്ചണാണിത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ കുഞ്ഞ് കണ്ടോ ഒരു പുറത്തേക്ക് പോകണം. വാ വാ നോക്കി. നമ്മളെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ നമ്മളിടാം. അപ്പോൾ നമ്മൾ വേഗം ഒപ്പാവട്ടെ. നമ്മളെ തൊട. അപ്പോൾ നമ്മളെ ബെഡ്റൂമാണിത്. ബെഡ്റൂമൊക്കെ ബെഡൊക്കെ വിരിച്ചിട്ട് നമ്മൾ ഒരു റോസ് സ്പ്രേ ഉണ്ടാക്കി അടിച്ചു കൊടുത്തേക്കാം. ഇനി നീണ്ടു പോകും. ഓക്കെ. നമ്മൾ നൈറ്റിൽ വെള്ളത്തിൽ വെച്ചാണ് സിയാസിഡാണ്. നമ്മൾ ചായക്ക് വെള്ളം വയ്ക്കാം. നമ്മളെ കുക്കിംഗ് ആരംഭിക്കുന്നു. ഇന്നലെ ഉള്ളി അരി കൂടി വെള്ളത്തിലിട്ട് ഒന്ന് നമ്മളെ വീഡിയോ നീണ്ടു പോകും. അപ്പം നമ്മൾ തേങ്ങ ചിരവി തേങ്ങ പാലിക്കാൻ പോവാട്ടോ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ദേ നമ്മളെ എന്താണ് ഇന്നത്തെ വീഡിയോ? മൈ ഡെയിലി ലൈഫ്. അപ്പം നമ്മൾ അടിച്ചിട്ട് കാണാം കേട്ടോ. എന്നിട്ട് ഫുൾ വീഡിയോ കണ്ടല്ലേ. അപ്പം നമ്മൾ ഇതടിച്ചിട്ട് കാണാതെ ഇരുട്ടാണ്. നേരെ വെളുത്തിരിക്കുന്നല്ലോ. അപ്പം നമ്മൾ ഉരുവ കഞ്ഞിയിൽ നമുക്ക് ശർക്കര ഇടണം കേട്ടോ. ശർക്കര ഇട്ടിട്ടാണ്. അപ്പം നമ്മൾ ശർക്കര ഇട്ട് കാണിക്കണം. നമ്മൾ ഉരുവ വെന്ത് ഉരുവിയും അരിയും കൂടി വെന്ത് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി വെച്ചെടുക്കാം. തേങ്ങാപ്പാല നമ്മൾ രണ്ടാം പാൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് പാൽ നല്ല കട്ടപ്പാലാണ് കേട്ടോ. അതിലേക്ക് ഈ പൊടിയൊക്കെ ചീരപ്പൊടി മരപ്പൊടിയൊക്കെ ചട്ടിയുടെ കാലക്കായിൽ അപ്പോൾ നമ്മൾ തോപ്പട്ടെ. നമ്മുടെ ഉണ്ണേട്ടന്, നമ്മുടെ അമ്മായിക്ക്, ഇത് നമുക്ക്, ഇതിന് രക്ഷയുണ്ട്. അത് നമ്മുടെ മകന് കൊടുക്കാം. നമ്മുടെ അമ്മായി അതാ ഉലുവ കഞ്ഞി കുടിക്കുന്നത്. ഹായ് പറയേ. ഹലോ. നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ ഉലുവക്കഞ്ഞി കുടിക്കാൻ പോവാണ്. നമ്മളെ മീൻകാരൻ നമ്മളെ വീഡിയോ ഓൺ ആക്കിയുള്ളൂ. അപ്പോഴേക്കും മീൻകാരൻ കൂക്കും വിളി. അപ്പം നമ്മൾ ഉലുവക്കഞ്ഞി എല്ലാവർക്കും വേണോ? ഇത് മഴയത്ത് കർക്കിടത്തിൽ നമ്മൾ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പം 3 ദിവസം ഇതാണ് ഞങ്ങളെ രാവിലത്തെ. നമ്മളെ മോന് ഇത് കഴിക്കില്ല, അവന് ജ്യൂസ് മതി. നല്ല രസമുണ്ട്, നല്ല കഴിപ്പുണ്ട്. അമ്മായിക്ക് ഇത്തിരി മധുരം കൂടിയതാണ്. മധുരം ഇല്ലാണ്ട് എങ്ങനെ കഴിക്കുക? അമ്മായിക്ക് രസം മധുരം കൂടിയത്. അപ്പം നല്ല ചൂടാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും. നമുക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മളെ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഉണ്ണിയായിട്ട് അവിടെ നിന്ന് ചുമക്കേണ്ടത്. അത്യാവശ്യം പനിയൊക്കെ വന്നെങ്കിൽ പാക്ക് അതൊക്കെ മാറി. എനിക്ക് അമ്മയ്ക്കൊക്കെ വന്നെങ്കിൽ മാറി. ഇപ്പോൾ ചുമ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ്, ലവ് യു. ഇനി ബാക്കി ഭാഗം ഉച്ചയ്ക്ക്. ഹലോ ഗൈസ്, നമുക്കിന്ന് ചെമ്മീനാണ്.
നമ്മൾ ചോറൊക്കെ തിളപ്പിച്ചിറക്കി വെയിറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെമ്മീൻ നന്നാക്കാണ്. നമ്മൾ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ചെമ്മീൻ നന്നാക്കാൻ. നമ്മൾ ഇങ്ങനെ കൂടി നന്നാക്കും. ഹലോ, അപ്പം നമ്മൾ ഉച്ചത്തെ ചോറ് ഇവിടെ വെന്തു. ഇനി നമുക്ക് വാർക്കാനുണ്ട്. നമ്മളെ ചെമ്മീനൊക്കെ നന്നാക്കൽ കഴിഞ്ഞു. അത് ഫ്രൈക്കുള്ളത്, ഇത് തേങ്ങ അരച്ച് കറിക്കുള്ളത്. അതിൽ ഇച്ചിരി തലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് വരിക. ഇതാണ് നമ്മുടെ മകൻ കഴിക്കുന്ന ഫ്രൈയിലേക്ക്. അപ്പം ഹായ്, നമ്മൾ ഉച്ചത്തേക്ക് കറി വെക്കാൻ പോവാണ്. മുളക്, ഉപ്പ്, മഞ്ഞപ്പൊടികൾ ഒക്കെ ഇട്ട് നമ്മളിത് ഇച്ചിരി കൂടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചെമ്മീനൊന്ന് കറി വെക്കണം. അപ്പം നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയാലോ? നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. ബിരിയാണിയിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ വെക്കുന്ന ബിരിയാണിയിൽ ഉള്ളി വരയ്ക്കൊക്കെ ഉണ്ടാവില്ല. അതിനുള്ള പണി ഞാൻ എടുക്കും, വരയ്ക്കൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ കറീൻ്റെ അകത്തേക്ക് തക്കാളിക്ക് നല്ല വില കൂടി. ഇപ്പോൾ 2 തക്കാളി മതിട്ടോ. ചെറിയ ചെറിയ തക്കാളികളൊക്കെ ഇപ്പം. അപ്പോൾ നമ്മൾ 2 തക്കാളി ഇട്ടു. ചെമ്മീൻ തന്നെ പുളി രസമുള്ള മീനല്ലേ. നമ്മുടെ ഫോണിനൊരു ചാഞ്ചാട്ടം ഓഫാക്കി ഓണാക്കണോ? അപ്പം നമ്മൾ നമ്മുടെ ചെമ്മീൻ്റെ അകത്ത് ചെമ്മീനാണ് മഞ്ഞപ്പൊടി, മുളകും പൊടി ഇട്ട്. ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാലപ്പൊടി കുറച്ച് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഉപ്പും പൊടി. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഒരു ചാഞ്ചാട്ടം. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ഓഫാക്കി റെഡിയാക്കി വെച്ച് നമ്മുടെ ഡെക്സാ ബേബി തുള്ളിച്ചാട്ടുണ്ട്. അപ്പം ഇങ്ങനെ ശല്യം ചെയ്യണ്ട, എൻ്റെ അടുത്തേക്ക് വരണം. മതി, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ അവനെ ഞാനിവിടെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് മുരത്തിലിന്ന് തുള്ളിച്ചാടണ്ടോ. ഡെക്സാ ഇവിടെ വാ, ഹായ് പറ. നേരെ ഇല്ലടോ നെയ്യാടന്നു. അപ്പം നമ്മൾ ചെമ്മീനൊക്കെ കുഴച്ച് വെച്ചിട്ടോ നമ്മളെ ഇല വറയ്ക്കാൻ പോയത്. ഞാൻ ബിരിയാണീൻ്റെ അകത്ത് ഒക്കെ ഇടുന്നൊരു സ്പെഷ്യൽ ഇല ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടിട്ട് അതിൻ്റെ തൈ വേണ്ട എന്നോട് പറഞ്ഞോളൂ, ഞാൻ എടുത്തയക്കണ്ട്. അപ്പം എൻ്റെ ചേച്ചി ഒരു തൈ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്മീൻ വെന്ത് കൊണ്ടൊക്കെ നടത്തി നമ്മളെ ഫ്രൈ ചെയ്യാനുള്ള പാത്രം അവിടെ വെച്ചുണ്ട്. നമ്മുടെ പണ്ട് കാലത്തുള്ള ഇൻഡാലിയത്തിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഒക്കെ ചീഞ്ചട്ടിയുണ്ട്. അതൊന്നും ഞാൻ എടുക്കായിട്ടാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇനി ഇങ്ങനത്തെ ഒരു പുതിയ ചട്ടിയും കൂടി വാങ്ങണമെന്നുണ്ട്. മോള് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ല വാങ്ങിത്തരാമെന്നല്ല, കുറച്ച് പാത്രങ്ങൾ അമ്മയ്ക്ക് വാങ്ങിത്തരാനുണ്ട്. കാരണം ഇങ്ങനെ കണ്ട പാത്രങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നോക്കി ഇഷ്ടമല്ല. അവളോട് പോയി പണിയെക്കാൻ പറയുന്നത്. നമ്മൾ നാടൻ ആൾക്കാരല്ലേ അല്ലേ. ഇന്നല്ലേ ഒരു ലണ്ടൻ കാര്യമായത്. അത് ഉന്നേട്ടൻ്റെ വിയർപ്പുണ്ട്. വീഡിയോ കണ്ടോട്ടെ. അതിന് അച്ഛനല്ലേ ഉണ്ണേട്ടൻ. അവളെപ്പോഴും പറയും എൻ്റെ അച്ഛൻ്റെ പണല്ലേ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഈ തോതിലായി തീർന്നു. പെട്ടെന്ന് വെളിച്ചെണ്ണ തീരുന്നുണ്ട്. ഇന്ന് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറയണം. അപ്പം ഉണ്ണേട്ടൻ ചോദിക്കും, ബേബി 1 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് ഇതിനകത്രം ദിവസമായോന്ന്. അപ്പോഴേക്ക് അമ്മായി അതിന് സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ ഒറ്റയ്ക്കാണോ തിന്നുന്നത്? പറച്ചിൽ കേട്ടാൽ ഞാൻ ഒന്നായിട്ട് ഒറ്റയ്ക്ക് തിന്നണ പോലെയാണല്ലോ പറയാം. അപ്പോൾ നമ്മളെ സീവാവ് എന്തൊക്കെ ഒരു കാര്യപ്പെട്ട കാര്യം പറയുമ്പോൾ സീവാവ് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ണേട്ടം കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ. അപ്പം ഞാൻ പറയും ഉണ്ണേട്ടനോട്, അമ്മായി സപ്പോർട്ട് ചെയ്താൽ. അപ്പം ഞാൻ പറയണതാണ്, ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ കഴിക്കണമായിരുന്നല്ലോ നിങ്ങളെ സംസാരം കേട്ടാൽ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പാകം ചെയ്യണതാണ് ഞാനെന്ന്. അപ്പം പറഞ്ഞു, എനിക്ക് നന്നല്ല ബേബി, നിങ്ങൾക്കൊക്കെ ചുട്ടരുതല്ലേ മീനൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് പൊരിച്ചത് ആദ്യം വേണം കേട്ടോ. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് തെളിച്ചിട്ട് തോനെ ചെമ്മീൻ തലയില്ലാതെ പൊളിച്ചതാണ് ഇട്ടത്.
ഇവിടെ അച്ഛനും മോനൊന്നും തലയൊന്നും പറ്റില്ല, ചണ്ടി പോലെ ഉണ്ട് പറയാം. ശരിയാണ്, ചണ്ടി പോലെ. പിന്നെ കുറച്ച് നമ്മളൊക്കെ പണ്ട് തലക്കെടുക്കും. ഇപ്പോൾ എനിക്ക് മീൻകറി വെക്കുകയാണെങ്കിൽ ഞാനൊരു 4 തലെങ്കിലും ഇടും. ഇല്ലാണ്ട് മീൻകറിക്ക് ഒരു ചൊടിയും പുളി ഉണ്ടാവില്ല. അന്ന് തലയിലാണ് അതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. അപ്പം ഇവർക്ക് ബുദ്ധിയില്ല. ഇവിടെ ആരും തല വയ്ക്കില്ല. പിന്നെ അമ്മയ്ക്ക് മത്തി പൊരിച്ചിട്ട് തല ഇഷ്ടം. അതാണ് ഞാൻ ഇന്നലെ പിടിച്ചത്. അമ്മായിയൊക്കെ വലിയ മീൻ്റെ തലയൊക്കെ കഴിക്കൂട്ടോ, അമ്മായിയൊക്കെ കഴിക്കും. പിന്നെ ഞാനിത് കറിയിലിടുന്നത് ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ വീഡിയോക്ക് പിന്നെയും ചാഞ്ചാട്ടം കൊണ്ടല്ലോ. എന്തോ എൻ്റെ ഫോണിനെന്തോ പറ്റിയിട്ടോ. എന്നെ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ മനസ്സിലായിക്കൊണ്ട് എൻ്റെ ഫോൺ അടിച്ചു പോയി. എനിക്ക് ഫോണിന് നമ്മുടെ മകൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തോ ഉണ്ടോയെന്ന് നമ്മൾ ചെന്ന് നന്നായിട്ട് വേട്ടെ. എനിക്ക് തേങ്ങ അരച്ച് എൻ്റെ ചേച്ചിക്ക് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വന്നിട്ടുണ്ട്. എന്താ വേണ്ടേ? നമുക്ക് തേങ്ങ അരച്ച കറി വേണം, ഫ്രൈ വേണം, രണ്ടും വേണം. അവന് രണ്ടും വേണം. അവന് തേങ്ങ അരച്ച കറി ഇഷ്ടമാണ്, ഫ്രൈയും ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചെമ്മീൻ കറി വരച്ച് അതിലിട്ട് അവിടെ തേങ്ങ പറയണ്ടല്ലോ അല്ലേ. ഞാൻ രണ്ടാമത് തിരികെ തേങ്ങ ചരി നോക്കിയാൽ അങ്ങനെ നമ്മൾ തേങ്ങക്കെട്ട് അങ്ങനെ വരട്ടടക്കറി. കൈതപ്പുഴക്കായലേ നമ്മൾ വീഡിയോ നീണ്ടു പോകും. അപ്പോൾ വീഡിയോ നമ്മുടെ ഉള്ളീൻ്റെ അകത്ത് ഒരു തുള്ളി മുളക് പൊടി ഇട്ടു. അപ്പോൾ ഞാൻ എന്താ പറയുക, വെളുത്തെടുക്കാൻ നമ്മൾ ഫ്രൈ വെളുത്തെടുക്കാൻ ഇട്ടു. കാണുന്നുണ്ടോന്നാവോ? കറി തിളച്ചുകൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെഷ്യൽ ഇല അതിലിട്ടു. അത് നല്ല വേഗം ഇരട്ടി കറിയൊക്കെ നമ്മളെ മീൻകറി തിളച്ചുകൊണ്ടിട്ടു. ഇത് നമുക്കൊന്ന് മൂടിയേക്കാട്ടോ. ഉള്ളി വാടക നമ്മൾ കറി വാങ്ങി വെച്ചു, അടുപ്പത്ത് നിരത്തി വെച്ചു. നമ്മളെ ഫ്രൈ ഒന്ന് ഇറക്കിയിട്ട് മൂടി വെക്കണം. ഉള്ളി വറവ്. ഇനി നമ്മൾ ഇച്ചിരി കറിയിൽ ഇച്ചിരി വറവിടാം, ഇത്തിരി വെളിച്ചെണ്ണയിൽ. നമ്മൾ കടുക് പാത്രം ഇവിടെ, കടുക് പാത്രം കടുക് നീ എവിടെ കടുക്. എൻ്റെ മോൻ ചോറുന്ന വന്നില്ല. അപ്പം ഞാൻ ചോദിക്കാം, മോനെ ഈ അച്ഛൻ എന്താന്ന് ഇത്ര നേരത്തെ വന്നത്? പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് ഇത്തിരി നേരം കൂടി കഴിഞ്ഞിട്ട് തരാൻ പറയാം. അമ്മേ 2:10 സമയം. ഞാൻ രാവിലത്തെ കഴിഞ്ഞ് ഞാൻ പോയി ഒന്ന് ഇച്ചിരി വാവുറങ്ങി. അതാണ് കേട്ടോ സംഭവം പറ്റിച്ച്. നമ്മൾ കറി വറവിട്ടിട്ട് കാണാം. നമ്മളെ വീഡിയോ നീണ്ടു പോകും, നൈറ്റ് വരെയും പോണ്ടേ. നമ്മളെ കറിയിലേക്ക് ഇതാ കടുക്, ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമ്മൾ വറവാങ്ങനെ വറവൊന്നും നോക്കണം. ഒരു മനസ്സമാധാനത്തിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ വെട്ടി ഉറങ്ങി പറ്റില്ല. നമ്മൾ വീഡിയോ ഓഫാക്കി നമ്മുടെ കറി ചിഞ്ചട്ടി ചൂടാക്കി. നമ്മൾ ഉണ്ണേട്ട വന്നപ്പോൾ ഞാൻ ചിക്കൻ്റെ ഇത്ര നേരത്തെ ഒന്നും ഉണ്ടില്ല. വന്നപ്പോഴേക്ക് സമയം മനസ്സിലായത്. അപ്പം നമ്മൾ ഈ പാലൊഴിച്ചെടുക്കാം. അപ്പം നമ്മൾ കറി റെഡി. നമുക്ക് എന്താണ് ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ കറിയും ചോറും, വേറെ ഒന്നും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുള്ളിയാൽ മതിയേ. തേങ്ങാപ്പാലൊഴിച്ച്
അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് ചെമ്മീൻ പൊരിച്ച് വെച്ച ചെമ്മീൻ കട ഇവിടെ റെഡി. കറിവേപ്പില മേലെ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതാ ആദ്യം നിങ്ങൾക്ക് തരുന്നു നമ്മുടെ ചെമ്മീൻ കറി. സൂപ്പറാട്ടോ. എന്താ പൊളിയാ. ഇതിൽ മുരിങ്ങക്കായി മാങ്ങി വേണേനി ഒന്നുമില്ല, വെറും ചെമ്മീൻ മാത്രം. ചെമ്മീൻ കുറേ ഉണ്ടെന്ന്. അപ്പം നമ്മൾ കറി ഓഫാക്കി നമുക്ക് അങ്ങനെ 3 പേർക്കും ചോറ്. ഇതിൻ്റെ മോന്, ഇത് ഉണ്ണിയേട്ടന്, ഇത് അമ്മായിക്ക്. അങ്ങനെ 3 പേർക്കും വിളമ്പി. എനിക്ക് വിളമ്പണം. നിങ്ങളവിടെ എങ്ങനെയാ പറയാനറിയില്ല. അപ്പം തേങ്ങ അരച്ച കറി, ചെമ്മീൻ ഫ്രൈ. എൻ്റെ ഡെക്സ ബേബി വിശന്ന് കിടന്നു ഗൈസ്. ഹലോ ഗൈസ്, എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതൊരു നുള്ളി കൂട്ടാനൊന്നും ഇല്ലാത്ത ഫീലാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പപ്പടം നമ്മൾ ചുടുന്നതായിരിക്കും. ആഹാ, ഞാൻ 2-3 ചുടുന്ന എന്താ പറയുക, ചുട്ടു പോയാൽ മറ്റാൾക്ക് വേണമെന്നറിയാം അപ്പൂന്. അപ്പം എനിക്ക് ഒന്നെങ്കിൽ കിട്ടണ്ട. അപ്പം 3 ചുടാം. ചിലപ്പോൾ ഒന്നേ കൊടുക്കുള്ളൂ. നിങ്ങൾ ആരെയും പപ്പടം ചുട്ട് തിന്നാറുണ്ടോ? എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ പപ്പടം ചുട്ട്. അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ തിന്നിട്ട് എൻ്റെ മക്കൾക്ക് ചോറ് കൊടുക്കാച്ചിട്ട് എന്താ വെച്ചാൽ ഞാനും ഒരു അടി നടക്കും. അപ്പോൾ എനിക്ക് വയറ് നിറയും ഓരോ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ചോറ് വേണ്ടി എൻ്റെ കുട്ടികൾക്കുള്ള ചോറാട്ടത്. ഞങ്ങൾക്ക് രാത്രിത്തേക്ക് ചോറ് വേണ്ട. ഇതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ടിവിൻ്റെ ഉള്ളതുകൊണ്ടാണ് നല്ല വൃത്തി കാണുന്നില്ല. ടിവിൻ്റെ ലൈറ്റുണ്ട്. അപ്പം നമുക്ക് 2 പപ്പടം കിട്ടി. ആ ചെമ്മീൻ ഫ്രൈ കൊണ്ടിരിക്കുന്ന ചേട്ടാ ഇവരൊന്നും വീഡിയോയിൽ ആണോ? ഫ്രൈയിലോ? ആ, അതാണ് ഞാൻ തല ഇട്ടിട്ടാണ് മറ്റേ കറി വെച്ചത്. തല ഇടുമ്പോഴാണ് ആ ടേസ്റ്റ് എപ്പോഴും കിട്ടുക. അപ്പം നമ്മൾ ചോറുന്നാണ്, എല്ലാവരും ചോറുന്ന്, ഞാനും ചോറുന്നാണ്. ഹലോ ഗൈസ്, നമ്മൾ ചോറൊക്കെ തിന്ന് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ വൈകുന്നേരം എന്താ കട ഉണ്ടാക്കാൻ നോക്കാം. അപ്പം മടിയാണ്. നമുക്ക് എന്തെങ്കിലും റെഡിമെയ്ഡ് വാങ്ങിക്കാം. നമ്മൾ എണ്ണക്കടി വാങ്ങിച്ചിട്ട് നമുക്ക് ചായക്കണം, കുളിക്കുക. പിന്നെ ടെക്സ ബേബി ഞാനും കുറച്ച് പുഞ്ഞാരൊക്കെ കളിച്ച് ഒരു കണ്ണവൾക്ക് നമ്മളെ കുഞ്ഞ് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത്, എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടത് ഷവർമ. റോസ്റ്റഡ്. നമ്മളെ ഷവർമ. എനിക്ക് ഏത് പ്ലേറ്റാ വേണ്ടത്? എൻ്റെ കുഞ്ഞിൻ്റെ ഷവർമ. കുട്ടിയെ ഷവർമ ഒന്ന് എടുത്തിട്ടാടാ വേഗം. ആകൂല വേണ്ട. ഹായ്, ഹലോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് റോസ്റ്റ് 5 പൈസ. അപ്പോൾ നമ്മളിത് കഴിക്കാണ്.
എൻ്റെ കുട്ടി ഷവർമ്മ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കിട്ടി. താങ്ക്സ്. ആർക്കാ താങ്ക്സ്? എന്ത് സീമോ വെക്കണൊക്കെ? സീമോൻ എന്താണ്ടേ? കണ്ടോന്നാണോ? ഫ്രണ്ട് ക്യാമറ എനിക്കുണ്ട്. കണ്ടല്ലോ. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കണ്ടോ? അത് കൊടുത്തുട്ടാ. ഇത് തിന്ന് തീരുന്ന വരെ വെച്ച് വേണം എന്താക്കും, ബാക്കത്ത് കൊടുക്കുമോ? നിക്ക് മേടിക്കടാ. രക്ഷക്ക് മടിയാ മേടിക്കാനൊക്കെ. അതാ ചാരി പിടിച്ച് മേടിക്കാം മോൻ്റെ അടുത്ത്. നമുക്കൊരു വയ്യാണ്ടായിട്ട് കുറച്ച് ദിവസം ചിക്കൻ തിന്നാൻ പറ്റിയില്ല. അപ്പം അതിന് തിരക്കാം. അപ്പോൾ സൂപ്പറായിട്ട് ഇനി ഉണ്ണേട്ടന് നമുക്ക് ബ്രോസ്റ്റഡിൻ്റെ പീസും വെക്കണം. ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ട്. ചപ്പാത്തി കൊടുക്കണം. അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ അത് മാത്രം പോകണം. നമ്മൾ ഗുഡ് നൈറ്റ് ആകാൻ പോവാണേ. ഇനി നല്ല ഹാപ്പി കേട്ടോ ഇത് കിട്ടിയ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് പുറത്തത്തെ ഫുഡിൽ ഏറ്റവും ഇഷ്ടമാണ് ബ്രോസ്റ്റഡ്. മോളെ കൂടെ പോയിട്ടൊക്കെ ഇവർ ബിരിയാണിക്ക് വാങ്ങുമ്പോൾ എനിക്ക് ഇത് ഓർഡർ ചെയ്യും. അമ്മ വരിക. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഹലോ. അപ്പോൾ നമ്മൾ റോസ്റ്റഡൊക്കെ കഴിച്ച് നമ്മൾ ഉണ്ണേട്ടന് ചപ്പാത്തി 3 പരത്തി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് പരത്തുകാലൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാം. കഴുകി വെച്ചാൽ അപ്പോൾ നമ്മൾ ചപ്പാത്തി വിട്ടാലോ? ചപ്പാത്തി ചൂടിനൊക്കെ എന്ത് കാണാനല്ലേ? നമുക്ക് 4 വർത്താനം പറയാനല്ലാണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണേട്ടം വന്നാൽ ബ്രോസ്റ്റഡ് വാങ്ങുന്നതും റെഡിമെയ്ഡ് ഫുഡൊന്നും വാങ്ങുന്ന ഇഷ്ടമല്ല കേട്ടോ. നല്ല വിലപിടിപ്പുള്ള സാധനമല്ല ഉണ്ണേട്ടം കൊടുത്തുന്ന ചെമ്മിയൊക്കെ. എന്നിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കറിയൊക്കെ കഴിക്കുന്നത്. ഞാനും മോനും ഒരേപോലെയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം കയ്യും കാലും മുഖമൊക്കെ കഴുകി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു വന്ന് മഴയാണ്, വേലൊന്നും കഴുകിയില്ല. ഉഷ്ണത്ത് നമ്മൾ 4. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിലിട്ടുണ്ട്. എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാണുന്നത് നിങ്ങളെ ഇഷ്ടമാണ്. കാണുമെന്ന ശുഭ പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ് പറഞ്ഞ് ടാറ്റാ, ലവ് യു, ഗുഡ് നൈറ്റ്. ഉറങ്ങട്ടെ.